പല ആളുകളുടെയും പരാതി വാട്സപ്പിലെ എൻ്റർ ബട്ടൺ കാണുന്നില്ല എന്ന്. എൻ്റർ ബട്ടൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വാട്സപ്പിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യത്തെ ലൈൻ എഴുതിയിട്ട് അടുത്ത ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. അവിടെ ഇപ്പോൾ സെൻഡ് ബട്ടൺ ആണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ മെസ്സേജ് സെൻഡ് ആകുകയാണ് ചെയ്യുന്നത്. ഈ എൻ്റർ ബട്ടൺ കാണുന്നില്ല. അപ്പോൾ എൻ്റർ ബട്ടൺ എവിടെ പോയി? ഇത് കീബോർഡിൻ്റെ പ്രശ്നമാണോ വാട്സപ്പിൻ്റെ പ്രശ്നമാണോ? ആകെ ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും. എന്നാൽ ഈ ഒരു എൻ്റർ ബട്ടൺ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്നും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു സുഹൃത്തിന് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു, കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത ലൈൻ എനിക്ക് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ആരോ മാർക്ക്, അതായത് സെൻഡ് ബട്ടൺ മാത്രമാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ മെസ്സേജ് സെൻഡ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലൈൻ എഴുതാൻ വേണ്ടി നമുക്ക് എൻ്റർ കീ ലഭിക്കണ്ടേ? അതിനായിട്ട് ഈ കീബോർഡിൻ്റെ എവിടെയും നമുക്ക് എൻ്റർ കീ ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കീബോർഡിൻ്റെ സെറ്റിങ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിങ്സും ഓപ്ഷൻസും കാണാൻ സാധിക്കും. അവിടെ എവിടെയും എൻ്റർ കീ തിരിച്ചു കൊണ്ടുവരേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. കാരണം കീബോർഡിൻ്റെ അകത്താണല്ലോ നമുക്ക് എൻ്റർ കീ വേണ്ടത്. അപ്പോൾ കീബോർഡിൻ്റെ അകത്തുള്ള സെറ്റിങ്സിൽ ഉണ്ടാകുമെന്ന് കരുതി ഇവിടെ എല്ലാ സ്ഥലത്തും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് കീബോർഡിൻ്റെ പ്രശ്നമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് വന്നതിന് ശേഷം വാട്സാപ്പിൻ്റെ ഈ ഒരു 3 ഡോട്ട്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ എൻ്റർ ഈസ് സെൻഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓണിലായിരിക്കും ഉണ്ടാകുക. ആ ഒരു ടോഗിൾ നിങ്ങൾ ഓഫിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതിയതായി കാണാൻ സാധിക്കും എൻ്റർ കീ വിൽ സെൻഡ് യുവർ മെസ്സേജ് എന്ന്. ഓക്കെ, ഇത് ഓണിലായതുകൊണ്ടാണ് കീബോർഡിൽ ആ ഒരു ഓപ്ഷൻ കാണാത്തത്. നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരെ ബാക്ക് വന്നിട്ട് അതേ സുഹൃത്തിനെ തന്നെ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അതേ സുഹൃത്തിനെ തന്നെ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാൻ പോവുകയാണ്. ഇവിടെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത ലൈൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ ആരോ മാർക്കല്ല എൻ്റർ കീ ആണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ കണ്ടോ അടുത്ത ലൈൻ വന്നു കഴിഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ എഴുതാം. ഇനി അടുത്ത ലൈൻ വേണമെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്കിങ്ങനെ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ലൈൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ എഴുതുക. അതിനുശേഷം ഇവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തത് മുഴുവൻ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റർ കീ ഉള്ളത് കീബോർഡിൻ്റെ അകത്തല്ല. എല്ലാവരുടെയും ധാരണ കീബോർഡിൻ്റെ അകത്താണ് എന്നാണ്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഉള്ളത് വാട്സാപ്പിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ വാട്സാപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന എൻ്റർ കീ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റർ ബട്ടൺ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.